ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായത്തിൻ്റെ 22 23 വാക്യങ്ങൾ. യോഹന്നാൻ 21 22 23 വാക്യങ്ങൾ. യേശു അവനോട്, ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിനക്ക് എന്ത്? നീ എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. ആകയാൽ ആ ശിഷ്യൻ മരിക്കയില്ല എന്നൊരു ശ്രുതി സഹോദരന്മാരുടെ ഇടയിൽ പരന്നു. യേശുവോ, അവൻ മരിക്കയില്ല എന്നല്ല, ഞാൻ വരുവോളം അവൻ ഇരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്ത് എന്നത്രേ അവനോട് പറഞ്ഞത്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. നമ്മൾ ജീവിക്കുന്ന ഈ വർത്തമാന കാലത്ത് യാഥാർത്ഥ്യമാകുന്ന ഒരു പ്രത്യാശയുടെ നിറവ് യോഹന്നാൻ എഴുതിയ സുവിശേഷ വേദഭാഗത്തിന്റെ അവസാന വാക്കുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. തിബരിയാസ് കടൽ തീരത്ത് പത്രോസിനും സഹപ്രവർത്തകർക്കും യേശു ഉയിർത്തെഴുന്നേൽപ്പിന് ശേഷം പ്രത്യക്ഷനായത് വ്യത്യസ്ത തലങ്ങളിൽ വിശ്വാസികൾക്ക് കാഴ്ചപ്പാടുകൾ പകർന്നു നൽകുന്നു. പരാജയം ഒരിക്കലും ഒരു അവസാന വാക്കല്ല എന്ന് അത് വ്യക്തമാക്കി. ക്രിസ്തീയ കൂട്ടായ്മയുടെ പ്രവർത്തന ശൈലി എന്താണെന്നും അത് ഓർമ്മിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഈ സമാപന വചനങ്ങൾ നമ്മുടെ വിശ്വാസയാത്രയെ സംബന്ധിച്ച് ചില നല്ല ഉൾക്കാഴ്ചകളൊക്കെ നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. അതിൽ പ്രധാനം ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയുടെ പ്രതീക്ഷയിലാണ് ക്രിസ്തീയ ശുശ്രൂഷകൾ നിർവഹിക്കപ്പെടേണ്ടത്. ഭാവിയെ സംബന്ധിച്ച സകല പ്രത്യാശയും തൻ്റെ പുനരാഗമനത്തിന്റെ വെളിച്ചത്തിലാണ് ക്രിസ്തു പങ്കുവയ്ക്കുന്നത്. ദൈവരാജ്യം ഒരു വർത്തമാനകാല യാഥാർത്ഥ്യമായാണ് യോഹന്നാന്റെ വിവരണം. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ നമ്മൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയും നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്യുന്നു. ആ അനുഭവത്തിലൂടെ അന്ധകാരത്തിൽ നിന്നും ഒരു പ്രകാശത്തിലേക്ക് കടന്നിരിക്കുന്നു. എന്നാൽ ഈ വർത്തമാനകാല മാനം കൊണ്ട് വിശ്വാസിയുടെ പ്രത്യാശ തീർന്നു പോകുന്നില്ല. മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിച്ചിരിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. പുനരുദ്ധാനം ചെയ്യാനുള്ള നാഴിക വരുന്നു. ഞാൻ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്നൊക്കെ യോഹന്നാൻ 14 അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്. മറ്റ് പുതിയ നിയമലേഖകരുടെ അഭിപ്രായത്തോട് ചേർന്ന് യേശുവിൻ്റെ മഹത്വത്തിൽ യേശു തൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകും എന്ന് യോഹന്നാൻ പ്രത്യാശിക്കുന്നുണ്ട്. രാജാവായ യേശു വരുന്നുവെന്നും രാജാവായ യേശുവിനോടുകൂടെ കിരീടധാരണം ചെയ്യുന്നതാണ് ഓരോ വിശ്വാസിയുടെയും ഭാഗധേയമെന്നും യോഹന്നാൻ പ്രത്യാശിക്കുന്നു. അങ്ങനെയാണ് 22 23 വാക്യങ്ങളിൽ ഒരാൾ കൂടുതൽ ദൈർഘ്യം ഇവിടെ ജീവിക്കും എന്നൊരു ധ്വനി മറ്റേയാളെന്റെ മനസ്സിൽ തോന്നുന്നത്. ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്ത്? നീ എന്നെ അനുഗമിക്ക എന്ന് കർത്താവ് പറയുന്നത് ഒരു വലിയ ചോദ്യത്തോടുള്ള പ്രതികരണമാണ്. വർത്തമാനകാലത്തിൽ കർത്താവിനെ അനുഗമിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകം. എന്നാൽ ഈ വാക്ക് കർത്താവ് സൂചിപ്പിക്കുമ്പോൾ വേദപുസ്തകം അവസാനിപ്പിക്കുന്നതും വെളിപ്പാട് പുസ്തകത്തിൽ ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമേ എന്ന വലിയ ഒരു പ്രതീക്ഷയിലാണ്, കാത്തിരിപ്പിലാണ്. നമ്മൾ കാത്തിരിക്കുന്ന സമൂഹമാണ്. കർത്താവിൻ്റെ വരവ് താമസിക്കയില്ല എന്ന പ്രത്യാശയോടുകൂടിയുള്ള കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പ് തന്നെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു കോറാണ്.
നമുക്ക് ആ ഒരു വലിയ വിശ്വാസവും പ്രത്യാശയും നിലനിന്ന് ജീവിപ്പാൻ സാധിക്കട്ടെ. കർത്താവ് വരും എന്നുള്ള വലിയ പ്രത്യാശയായിരുന്നു ആദിമസഭയുടെ കരുത്ത്. അവൻ വീണ്ടും വരുന്നു എന്നത്. കർത്താവിടെ ശിഷ്യന്മാരുമായി സംസാരിക്കുമ്പോൾ തൻ്റെ വരവിനെക്കുറിച്ചുള്ള മാറ്റമില്ലാത്ത വാക്കുകളാണ് ഓർമ്മിപ്പിക്കുന്നത്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്കും കാത്തിരിപ്പിൻ്റെ അസമുഖമായി നിലനിൽക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവെ, പുതിയ ദിനത്തിനായി സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ചയിലടിയങ്ങളെ കരുതിയ ദൈവകൃപയ്ക്കായി അങ്ങേ മഹത്വപ്പെടുത്തുന്നു. പ്രത്യാശയോടെ കാത്തിരിക്കുന്ന സമൂഹമായി അവിടുന്ന് ഞങ്ങളെ നിലനിർത്തുന്നുവല്ലോ. വർത്തമാനകാല യാഥാർത്ഥ്യം കർത്താവെ, ആ ഒരു വലിയ പ്രത്യാശ അത് ഉൾക്കൊള്ളുവാനും ആ ഒരു കരുത്തിൽ ജീവിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ കൃപയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. സകല ആവശ്യങ്ങളെയും ദൈവം മുൻപാകെ സമർപ്പിക്കുന്നു. കർത്താവ് കരം പിടിച്ചു നടത്തണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും മാറ്റമില്ലാത്ത കരുണയുടെ കരങ്ങൾ അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹവാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരതലം കൂടെ ഇരിക്കണമേ. യേശു മിശിഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.